welcome back to Crafted Malayalam. ഞാൻ അനന്യ. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് സാന്റാ ക്ലോസ് ആണ്. ഇപ്പോഴത്തെ മാർക്കറ്റിൽ സാന്റാ ക്ലോസിന്റെ ചെറിയ വെർഷൻ മുതൽ വലിയ വെർഷൻ വരെ കിട്ടാറുണ്ട്. പക്ഷെ ഇന്ന് നമുക്കിതാ ഇതുപോലത്തെ രണ്ട് പേപ്പർ കപ്പും കൊണ്ട് എങ്ങനെയാണ് ഇതുപോലത്തെ ഒരു അടിപൊളി സാന്റാ ക്ലോസിനെ എങ്ങനെയാണ് ഉണ്ടാക്കാവുന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന താഴെയുള്ള ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ പെട്ടെന്ന് കാണാനും പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ 2 പേപ്പർ കപ്പ്, പിന്നെ റെഡ് കളർ പേപ്പറും വൈറ്റ് A4 ഷീറ്റും, പിന്നെ കുറച്ച് പഞ്ഞി, ഫെവിക്കോള്, കത്രിക, പെൻസില്, പിന്നെ ഇതാ ഇതുപോലത്തെ കുറച്ച് കട്ടിയുള്ള സ്പോഞ്ച്. അപ്പോൾ ഇത്രയും മതി. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതാ 2 ഗ്ലാസ്സിൽ അക്രിലിക് പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നിനകത്ത് റെഡും ഒന്നിനകത്ത് വെള്ളയും. ഇനി നമുക്ക് ഇത് അപ്സൈഡ് ഡൗൺ ആയിട്ട്, അതായത് മൗത്ത് മൗത്ത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ഒട്ടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതാ ഈ വൈറ്റ് ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരു മുഖത്തിൻ്റെ കളർ, ഒരു സ്കിൻ കളർ, ഈ ഒരു ക്രീം കളർ അടിച്ചു കൊടുക്കാം. ഒരു ചെറിയ പോർഷൻ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എന്താ ഇനി പെൻസിലും കൊണ്ട് അവിടെ ഒരു ചെറുതായിട്ടൊരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. അതായത് സാന്റാ ക്ലോസിൻ്റെ മുഖത്തിൻ്റെ ഭാഗത്താണ് നമ്മൾ ആ ഒരു ക്രീം കളർ അടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒരു ഓവൽ ഷേപ്പിലാണ് നമ്മളത് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രീം കളർ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ക്രിസ്മസ് ഹാറ്റ് ഉണ്ടാക്കാം. അതിനായിട്ടൊരു റെഡ് കളർ പേപ്പർ എടുത്തിട്ട് അത് 2ആയിട്ട് മുറിക്കണം. എന്നിട്ട് അതൊരു കോൺ ഷേപ്പിൽ ഇതുപോലെ മടക്കിയെടുക്കണം. എന്നിട്ട് ഇത് അളവൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ കറക്റ്റ് അളവായിട്ടുണ്ട്. ഇനി അവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് സർക്കിളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഉൾഭാഗം കറക്റ്റ് സർക്കിളായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വെച്ച് നോക്കിയപ്പോൾ കറക്റ്റ് അളവായിട്ടുണ്ട്. ഇനി ഞാൻ ഈ ക്രിസ്മസ് ഹാറ്റിന് മുകളിൽ കുറച്ച് പഞ്ഞി എടുത്ത് ഉണ്ടയാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതായത് ക്രിസ്മസ് ഹാറ്റിൻ്റെ മുകളിൽ പഞ്ഞി ഉണ്ടല്ലോ, അപ്പോൾ ഉണ്ടയാക്കിയിട്ട് ഗമ്മും കൊണ്ട് അതിൻ്റെ ഏറ്റവും ടിപ്പിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഹാറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഈ ക്രീം കളറൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നു. ഇനി നമുക്ക് നമ്മുടെ ഹാറ്റിൻ്റെ ഉള്ളുഭാഗത്തെ ഗമ്മ് തേച്ചിട്ട് ആ ഒരു വൈറ്റ് പോർഷനിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതാണ്ട് ഇതുപോലെ പുറത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം നമുക്ക് നമ്മളുടെ ഹാറ്റിൻ്റെ ഏറ്റവും താഴെയായിട്ട് വൈറ്റ് അക്രിലിക് കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ഞാൻ ആദ്യം പെൻസിലും വെച്ചിട്ടൊന്ന് ചെയ്തിട്ട് വൈറ്റ് അക്രിലിക് കളർ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കറക്റ്റ് വിട്ടിൽ പെയിൻറ്റ് ചെയ്ത് മൊത്തം കൊടുക്കുക. ഇപ്പം ഞാൻ കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് വൈറ്റ് അക്രിലിക് കളറും വെച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ ഹാറ്റൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 കപ്പും ജോയിൻ ചെയ്യുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് ബെൽറ്റായിട്ട് ബ്ലാക്ക് അക്രിലിക് കളർ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ബ്ലാക്ക് അക്രിലിക് കളർ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉണങ്ങാൻ വെക്കാം. അപ്പോൾ ഞാൻ ബെൽറ്റ് പെയിൻറ്റ് ചെയ്തതിനോടൊപ്പം തന്നെ കുഞ്ഞ് കണ്ണുകളും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്രിസ്മസ് പപ്പയുടെ കൈ ഉണ്ടാക്കി കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ചെറിയൊരു കോൺ ഉണ്ടാക്കി കൊടുക്കണം. 2 ചെറിയ കോണുകൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ 2 ചെറിയ കോൺ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിഭാഗം ഒന്ന് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 കോണും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോണുകളുടെ ഏറ്റവും അടിയിൽ ബോർഡർ പോലെ 2 വൈറ്റ് സ്ട്രിപ്പ് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു A4 ഷീറ്റിൽ നിന്ന് വൈറ്റ് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ കോണുകളുടെ അടിഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏകദേശം 2 എണ്ണത്തിന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് നമ്മളെ കണ്ണും ബെൽറ്റും ഒക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കൈക്ക് ഒട്ടിക്കാനെടുത്ത അതേ പേപ്പറിൽ നിന്ന് ഒരു സ്ട്രിപ്പും കൂടെ കട്ട് ചെയ്തിട്ട് ഈ റെഡ് പേപ്പർ കപ്പിൽ നിന്ന് വീഡിയോ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ഒട്ടിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. 2 സൈഡിലും ഒട്ടിക്കണം. ഇപ്പോൾ ഞാൻ 2 സൈഡിലും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ കണ്ണിന് പിരികം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത പഞ്ഞി എടുത്തിട്ട് പിരികം പോലെ ഗ്ലൂ വെച്ചിട്ട് അതിന് മുകളിൽ ഇങ്ങനെ ചുരുട്ടി ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്ത കണ്ണിനും അതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം.
അപ്പോൾ നമ്മൾ രണ്ട് പിരികവും ഒട്ടിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂക്കൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് പഞ്ഞി എടുത്തിട്ട് ഇതുപോലെ ഉണ്ടയായിട്ട് ചുരുട്ടിയിട്ട് കണ്ണിന് താഴെ ഗമ്മ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഉരുട്ടിയ പഞ്ഞി വെച്ച് കൊടുക്കണം. കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുഖത്തിന് പെയിൻറ്റ് ചെയ്തല്ലോ ഒരു ക്രീം കളറ്, ആ കളർ വെച്ചിട്ട് ഒന്നുകൂടെ ഈ മൂക്കിനകത്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മൂക്കിനകത്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മൂക്കിനകത്ത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ താഴെ നമ്മൾ മീശ വെക്കാൻ പോവുകയാണ്. മീശ വെക്കാൻ വേണ്ടിയിട്ട് മീശയുടെ ആകൃതിയിൽ ഫെവിക്കോൾ തേച്ചിട്ട് അവിടെയും പഞ്ഞി നമുക്ക് ചുരുട്ടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ കറക്റ്റ് മീശ നമ്മൾ വെച്ചിട്ടുണ്ട്, ഒരു കൊമ്പൻ മീശയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഈ മീശയുടെ ഒരു അല്പം താഴോട്ടാക്കിയിട്ടാണ് നമ്മൾ താടി വെച്ച് കൊടുക്കുന്നത്. പഞ്ഞി കുറച്ച് വിടർത്തിയിട്ട് മീശയുടെ താഴോട്ട് നമുക്ക് താടിയും നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ താടി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ താടി ഈ തൊപ്പിയായിട്ടൊന്ന് ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു പീസ് പഞ്ഞിയും കൂടെ രണ്ട് സൈഡിലും വെച്ച് കൊടുക്കാം. ഇനി താഴെ താടി ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ താടിയുടെ മീശയുടെ നടുക്ക് നമുക്ക് റെഡ് അക്രിലിക് കളർ ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന കോൺ, അതായത് കൈ രണ്ട് സൈഡിലും ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് സൈഡിലും കുറച്ച് ഫെവിക്കോൾ തേച്ചിട്ട് ആ കോൺ ഇങ്ങനെ തിരിച്ചൊട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ രണ്ടെണ്ണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാലാണ് ഒട്ടിക്കാനുള്ളത്. അതിനായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കട്ടിയുള്ള സ്പോഞ്ച് എടുക്കുന്ന കാര്യം. അതിനകത്ത് ഇങ്ങനെ രണ്ട് പീസ് കട്ട് ചെയ്യണം. എന്നിട്ട് ആ രണ്ട് പീസും ബ്ലാക്ക് അക്രിലിക് കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഈ ഷൂസ് ഈ ക്രിസ്മസ് പപ്പയുടെ ഈ അടിഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കണം. ഗമ്മ് വെച്ച് ഒട്ടിക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ രണ്ട് ഷൂസും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് പപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ട് പേപ്പർ കപ്പും കൊണ്ട് എങ്ങനെയാണ് സിമ്പിളായിട്ട് സാന്റാക്ലോസിൻ്റെ മോഡൽ ഉണ്ടാക്കുന്നതെന്ന് കണ്ടല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റവുമായി ഞാൻ എത്തുന്ന വരെ ടാറ്റ ബൈ ബൈ. പിന്നെ ഒരിക്കൽ കൂടി എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.